ഹൃദയം ശാന്തി അടയും. റമളാനിന്റെ ആസ്വാദനം നമ്മുടെ നാടിൻ തുമ്പിൽ നിന്ന് വിട്ടുമാറുന്നതിന് മുമ്പ് തന്നെ റമളാൻ നമ്മോട് വിട പറയുകയുണ്ടായി. ഇവിടെയുള്ള ഓരോ ആളുകൾക്കും ഇനിയും റമളാൻ ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആഫിയത്തോടുകൂടിയുള്ള റമളാൻ നമുക്ക് കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിക്കാൻ സാധിക്കുക എന്നത് നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത്. അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാൻ സാധിക്കുക എന്നത് നമ്മൾ ചെറുതായി കാണരുത്. അത് പ്രതാപത്തിന്റെ മാർഗമാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗമാണ്. പ്രവാചകന്റെ സഹാബത്ത് തന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന മാർഗമാണ്. നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാർഗമാണ് തൗഹീദിന്റെ മാർഗം എന്നത്. അല്ലാഹുവിനെ മാത്രം ജീവിതത്തിൽ ചേർത്ത് വെക്കുക എന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ജീവിതത്തിൽ സമാധാനം ലഭിക്കണോ, ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കണോ, അല്ലാഹുവിനെ മാത്രമേ ജീവിതത്തിൽ ഇടപെടിപ്പിക്കാൻ പാടുള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിൽ അല്ലാഹുവിന് പകരം ഇതര സൃഷ്ടികളെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ സമാധാനത്തിന് പകരം അസമാധാനമാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത്. നിർഭയത്വത്തിന് പകരം ഭയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത്. നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് കനിഞ്ഞരുളിയ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ജാറങ്ങളിൽ നിന്ന് ജാറങ്ങളിലേക്ക് ശിഫ പ്രതീക്ഷിച്ച് പോയിരുന്ന ആളുകൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. എന്തെങ്കിലും ഒരു ചെറിയ വേദന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഏലസിൽ അഭയം പ്രാപിച്ചവർ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലാഹുവിനെ മാത്രം അവലംബിക്കുന്ന എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, മലകൾക്ക് സമാനമായ പ്രതിസന്ധികൾ ജീവിതത്തിലൂടെ കടന്നുപോയാലും അല്ലാഹ് എന്ന് മാത്രം വിളിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാക്കി തന്നത് ആ റബ്ബാണ്. ആ റബ്ബിനെ ഓർക്കേണ്ടതുണ്ട്. ആ റബ്ബിന് നന്ദി വാചകങ്ങൾ നമ്മൾ അർപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മുഴക്കുന്ന തക്ബീറിന്റെ ധ്വനികൾ അത് നാവ് കൊണ്ട് മുഴക്കുന്നതിനുപരി ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിക്കാൻ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജീവിതത്തിന്റെ ഏത് മേഖലകൾ പരിശോധിച്ചാലും അവിടെയെല്ലാം നമ്മുടെ റബ്ബിന്റെ കൽപ്പനകളായിരിക്കണം നമ്മൾ മുൻതൂക്കം നൽകേണ്ടത്. നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ നാടുകളിൽ എല്ലായിടത്തും അല്ലാഹു ആയിരിക്കണം നമുക്ക് ഏറ്റവും വലുത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം. എന്റെ ഉപ്പയെക്കാളും എന്റെ ഉമ്മയെക്കാളും എന്റെ സഹോദരങ്ങളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ